Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ 200 ഗ്രാം, ഒനിയൻ 2 എണ്ണം, റെഡ് ചില്ലി 5 എണ്ണം, ടൊമാറ്റോ 3 എണ്ണം, കാഷ്യൂ 10 എണ്ണം, ആവശ്യത്തിനുള്ള ഗീ, കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, kasuri methi, coriander leaves ആവശ്യത്തിന്, മിൽക്ക് മെയ്ഡ് 1 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാനായി ഒരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ കുക്കായതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ മസാല ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജാറൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറിയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കസൂരി മേത്തിയും ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ നമുക്ക് കറിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.